നമസ്കാരം. സക്സസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SSC CGL ചോദ്യങ്ങളാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വീണ്ടും ഞാൻ പറയുവാണ്, നമ്മുടെ സക്സസ് അക്കാഡമി കൊച്ചിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ്. ഇത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഡെയിലി അപ്ഡേറ്റ്സ് പോകുന്നുണ്ട്. ഒന്ന് ഡെയിലി കറണ്ട് അഫെയർസ്, അതുപോലെ ഡെയിലി ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻസ്, പസിൽസിലെ ചോദ്യങ്ങൾ, അതുപോലെ സ്റ്റാറ്റിക് GK, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ചാനലെന്ന് പറയുന്നത് SSC കേരള വാരിയസ് എന്ന് പറയുന്ന ചാനലാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലാണ്. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിലും SSUമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നിലവിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ 2024 ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ലെവലാണ്. PSC ലെവലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആകെക്കൂടി കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇച്ചിരി ഹൈ എൻഡ് വേരിയൻറ്റിൽ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ളത്. പുതിയൊരു ടൈപ്പ് ചോദ്യം വന്നതെന്ന് പറയുന്നത് സർക്കുലർ മോഷനിലെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. 2023 ഒരു വട്ടമാണ് ഈ പറയുന്ന സർക്കുലർ മോഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ 2024 നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ സർക്കുലർ മോഷനിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ് മോനെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ എ സർക്കുലർ റേസ് ഓഫ് 840 meter, A and B start running in the same direction at the same time from the same point of speeds of 6 meter per second and 12 meter per second respectively. After how much time will they meet എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ? ഇവിടെ എന്താ ഈ സർക്കുലറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 840 മീറ്ററാണ്. ഇനി ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് A എന്ന് പറയുന്ന ആൾ ഉണ്ട്, അതുപോലെ B എന്ന് പറയുന്ന ആളുണ്ട്. Isn't it so? ഇനി എയുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ റിലേറ്റീവ്ലി അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ എടുക്കുക? ഡിഫറൻസ് ആയിരിക്കും എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആഡിങ് ആണ് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര സമയം കഴിഞ്ഞിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് എന്ത് വേണം? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്താണ്? സ്പീഡാണ്. ഇസ്ന്റ് ഇറ്റ് സോ? നമുക്കറിയാം നമ്മുടെ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്. സോ ടൈം ഓഫ് മീറ്റിംഗ് എപ്പോഴായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്? സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 840 മീറ്റർ ഡിവൈഡഡ് ബൈ അവരെടുക്കുന്ന സ്പീഡ്. നമുക്കറിയാം ഒരാൾ 6ഉം ഒരാൾ 12 ആണ്. സോ 12 - 6 എത്ര വരും? 6 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതായിരിക്കും അവരുടെ ടൈം എന്ന് പറയാം. നമുക്കറിയാം 6 84 എത്ര ടൈംസ് പോകും? 14 ടൈംസ്. സോ ആൻസർ വിൽ ബി 140 സെക്കൻഡ്സ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത്തത് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മോനെ ഏകദേശം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ സർക്കുലർ ട്രാക്കിൽ ചോദിച്ചിരിക്കുന്നത്. ഈ സർക്കുലർ ട്രാക്കിൽ നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. വരുൺ ആൻഡ് സന്ദീപ് സ്റ്റാർട്ടഡ് ഫോർ എ കാർ റേസ് ഫ്രം ദ സെയിം പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം ടൈം ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് ലെങ്ത് എന്താണ്? 1635 മീറ്റർ. ഓക്കെ, സ്പീഡ്സ് വന്നിട്ടുണ്ട് 90 km/h ആൻഡ് 108 km/h. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഇൻ സെക്കൻഡ്സ് വിൽ ദേ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഓക്കെ, ഈ സർക്കുലർ ട്രാക്കിൽ ബേസിക്കലി 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്ന്, ഈ സർക്കുലർ ട്രാക്കിൽ ഇവർ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന് ശേഷം എപ്പം മീറ്റ് ചെയ്യും എന്നുള്ളതാണ്. എപ്പം മീറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യുക? അവരുടെ റിലേറ്റീവ് സ്പീഡ് എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? ആ സ്പീഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? സ്പീഡ്സ് ആഡ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്
സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോൾ മീറ്റ് ചെയ്യും എന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോൾ മീറ്റ് ചെയ്യും ആ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എന്ത് ചെയ്യുക, ഈ രണ്ട് പേരുടെയും ടൈമിൻ്റെ LCM എടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് എന്ന് ചോദിക്കുന്നത് എത്ര ക്രോസ് പോയിൻറ്റ്സ് വരും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സിമ്പിളാണ്, ഇവരുടെ സ്പീഡ്സിൻ്റെ എന്ത് ചെയ്യുക, ഓക്കെ, സ്പീഡ്സിൻ്റെ എന്ത് ചെയ്യുക, ഇപ്പം റിലേറ്റീവ് സ്പീഡ് അനുസരിച്ച് സ്പീഡ്സിൻ്റെ എന്ത് ചെയ്യുക, റേഷ്യോ എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായിരിക്കും നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ്. ഇനി സെയിം ഡയറക്ഷനാണ് എന്ത് ചെയ്യുക, ഇവരുടെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫൈൻ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, കാർ റേസ് സ്റ്റാർട്ട് ചെയ്തു, സെയിം ഡയറക്ഷനാണ്, സെയിം ടൈമാണ്. ഓക്കെ, ഇനി ഇവരുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത് മക്കളെ, 1365 മീറ്ററാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കുന്നത്, ഇവർ മീറ്റ് ചെയ്യുന്ന ടൈം. എന്ത് ചെയ്യുക, ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്താണ്, സ്പീഡാണ്. സോ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇതാണെന്നുള്ളത്. ഇനി സ്പീഡ് നോക്കി, ഇവരുടെ സ്പീഡ് ഒരേ ഡയറക്ഷനിലാകുമ്പം ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാവും, ഡിഫറൻസ് ആവും അല്ലേ. സ്പീഡിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 18 km/h. ഓക്കെ, ഇത് മീറ്റർ പെർ സെക്കൻഡിലായതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിനെ എന്തിനേക്ക് കൺവേർട്ട് ചെയ്യുക, നമ്മുടെ ഈ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. എന്ത് ചെയ്യുക, 5/8 18 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടും, 5 meter per seconds. നോക്കിയിടാ, 5 ഇതിലെത്ര ടൈംസ് പോവും, 3 ടൈംസ്, 13 2 ടൈംസ്, 35 എത്രയാ, 7. സോ ആൻസർ വിൽ ബി വാട്ട് സർ, 327 seconds. 327 seconds. ക്ലിയർ ആയല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ സം എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ക്ലിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, വായിച്ചു നോക്കിയിട മോനെ. ഇവിടെ നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ തീഫ് നോട്ടീസ്ഡ് എ പോലീസ്മാൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 600 meters. Okay, thief started running and the policeman chased him. The thief and the policeman are running at a speed of 12 km/h and 15 km/h respectively. Find the time in minutes required for the policeman to catch the thief. Okay, clear ആയോ? ഇത് അടുത്ത ടൈപ്പ് ചോദ്യമാണ്. അതായത് ഒരു പോലീസുകാരനുണ്ടാവും, കള്ളനുണ്ടാവും, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഓക്കെ, കള്ളൻ ഓടുന്നു, പോലീസ് ഓടുന്നു, ഒരു സമയത്ത് എന്താണ്, പിടിക്കുന്നു. ഓക്കെ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. നോക്കിയേ, ഇവിടെ പോലീസുണ്ടല്ലേ, പോലീസും ഇനീഷ്യലി ഈ കള്ളനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 600 മീറ്ററാണ് തന്നിരിക്കുന്നത്. ഓക്കെ, meter. ഇനി ഇവർ രണ്ടുപേരും ഓടുന്നു. ഈ ഓടുന്ന സമയത്ത് പോലീസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 15 km/h. ഇനി കള്ളൻ്റെ സ്പീഡോ 12 km/h. ഓക്കെ, ഇവർ ഓടി ഏതെങ്കിലും ഒരു പോയിന്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, കള്ളനെ പോലീസ് പിടിക്കും. ഇസ്ന്റ് ഇറ്റ് സോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സാർ, ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൽ, മിനിറ്റിലുള്ള ടൈം. ഓക്കെ സാർ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പോലീസിന് കള്ളനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവരുടെ ഇനീഷ്യൽ ഗ്യാപ്പ് ഈ 200 മീറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് വരണം, 0 ആയിട്ട് വരണം അല്ലേ. എങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ പറയുന്ന പോലീസിന് കള്ളനെ പിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് നോക്കി, അപ്പം നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്താണ്, സ്പീഡാണ്. അതിലായിരിക്കും ഡൗട്ട് ഇല്ലല്ലോ. സോ നമുക്ക് നോക്കാം, ടൈം ഓഫ് മീറ്റിംഗ് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്താണ്, സ്പീഡാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ് സാർ, 600 മീറ്ററാണ് അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള സ്പീഡ് നമുക്കറിയാം, ഒരേ ഡയറക്ഷനിൽ ഓടുവാണെങ്കിൽ ഇവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 3 km/h ആണ്. ഇത് മീറ്ററിലാണ്, ഇതെന്തിലാണ്, km/h. യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. സോ യൂണിറ്റ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, 5/8
18 ചെയ്യണം. ഇപ്പോൾ ഇത് എന്തിലാണ് സർ? സെക്കൻഡ്സിലാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് മാറ്റണം. കാരണം എന്താ? ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക? സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയും ഡൗട്ടില്ലല്ലോ. എടാ ഇതൊന്ന് ചെയ്തു നോക്കിയേ, സിമ്പിൾ അല്ലേ? നോക്കിയേ, 60 600 10 ടൈംസ് പോവും. ഓക്കെ, ഇനി നോക്കി 3 ഇതിൽ എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. 5 ഇതിൽ 2 ടൈംസ്. ഈ 6 മുകളിലേക്ക് വരുമ്പോൾ 2 ഇൻറ്റു 6 നമുക്ക് എത്ര കിട്ടും? 12 സെക്കൻഡ്സ്. സോറി, 12 മിനിറ്റ്. ഡൗട്ടില്ലല്ലോ, ക്ലിയർ അല്ലേ? ഇനി മക്കളെ ഇതൊന്ന് വേറെ രീതി ചിന്തിച്ചു നോക്കി. എടാ ഒരു മണിക്കൂറിൽ, ഓക്കെ, ഒരു മണിക്കൂറിൽ റിലേറ്റീവ്ലി എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ് അല്ലേ? ഈ 3 കിലോമീറ്റർ എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. സോ 3000 മീറ്റർ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ 60 മിനിറ്റ്സിൽ കവർ ചെയ്യുന്നുണ്ട്. സോ 3 കിലോമീറ്റർ റിലേറ്റീവ്ലി അത്രയും പറ്റും. ഓക്കെ, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വരാൻ, ഇവരുടെ ഗ്യാപ്പ് 0 ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ മതി? 600 മീറ്റർ കവർ ചെയ്താൽ മതി. ഈ 600 മീറ്റർ കവർ ചെയ്താൽ പോലീസിന് എന്താ? കള്ളനെ പിടിക്കാൻ പറ്റും. സോ ഈ 600 മീറ്റർ ഗ്യാപ്പ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും സാർ? 60 ഡിവൈഡ് ബൈ 3000 ഇൻറ്റു എന്താണ്? 600. നോക്കിയടാ, ഈ 3 0 പോവും. സിനിറ്റ്സോ 3 6 2 വട്ടം. 2 ഇൻറ്റു 6 എത്രയാണ് സാർ? 12 മിനിറ്റ്. ഇങ്ങനെയും നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതാണ് കുറച്ചും കൂടി ഇത് ലോജിക്കൽ വേ ഓഫ് തിങ്കിങ് ആണ്. ഓക്കെ, ഇതായിരിക്കും ബെസ്റ്റ്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. A bus travels 1/3 of the distance initially at a speed of 40 km/h. Next 1/3 എന്ന് പറയുന്നത് 50 km/h and final 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 60 km/h. Find the average speed of the bus for an entire journey. ഓക്കെ, ഇവിടെ ആൻസേഴ്സ് എല്ലാം ഡെസിമൽസിലാണല്ലേ? ഓക്കെ, ഫൈൻ. നമുക്ക് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാവും നോക്കാം. നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഈ ബസ് ട്രാവൽ ചെയ്യുന്നത്, അതായത് ഈ ബസ് ട്രാവൽ ചെയ്യുന്നത് 3 ഈക്വൽ പാർട്ടിലാണ്. ചിന്തിച്ചോ? ഓക്കെ, ആദ്യത്തെ ഭാഗത്ത് കവർ ചെയ്യുന്നത് 40 km/h, രണ്ടാമത്തെ ഭാഗത്തോ 50 km/h, മൂന്നാമത്തെ ഭാഗത്ത് 60 km/h. ഇവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആവറേജ് സ്പീഡാണ്. ഓക്കെ മോനെ, ഈ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടലായിട്ട് അവർ എത്ര ദൂരം ട്രാവൽ ചെയ്തു ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ അതിൽ? ഇനി നോക്കി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ ഡിസ്റ്റൻസിനെ ഓക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എന്താ യൂഷ്വലി ചെയ്യാറുള്ളത്? LCM എടുക്കും. ഈ 3 വാല്യൂസിൻ്റെ LCM എടുക്കും അല്ലേ? 40 50 60യുടെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 40 50 60 ഇതെന്താണ്? സ്പീഡാണ് അല്ലേ? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുവാണ്. സോ അത് നമുക്ക് എത്ര കിട്ടും? 4 5 6 600. സോ എൻ്റെ ഡിസ്റ്റൻസ് ഞാൻ എന്തായിട്ട് എടുക്കുക? 600 കിലോമീറ്റർ. അതായത് 40 കിലോമീറ്ററിൽ ഞാനിവിടെ 600 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു, ഇവിടെയും ഞാൻ 600 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു, ഇവിടെയും ഞാൻ എന്താണ് 600 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. നോക്കിയേ, ഈ 40 km/h ഈ ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 hours. ഇവിടെയോ 12 hours, ഇവിടെയോ 10 hours. Isn't it so? ആണല്ലോ, അത്രയും ഡൗട്ടില്ലല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ഞാൻ പറഞ്ഞു നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ്.
എടാ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണല്ലോ എൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. 600 600 600 എത്ര വരും? 1800 അല്ലേ? ഡിവൈഡഡ് ബൈ ടൈം എത്ര വരും മോനെ? ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം 15 2 12 27 37. സോ 1800 ഡിവൈഡ് ബൈ എന്താണ്? 37 ആണ് എന്ത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോർമുലയാണ്. ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. 3xy ഇസ് ഡിവൈഡ് ബൈ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടും? 37 180ൽ നമുക്കറിയാം 37 ഇൻറ്റു 5 എന്ന് പറയുന്നത് 185 ആണ്. സോ 5 ടൈംസ് എന്തായാലും പോവില്ല. സോ ആൻസർ എന്ന് പറയുന്നത് 4ൽ സ്റ്റാർട്ട് ചെയ്യും. നോക്കി, 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷനുള്ള സ്ഥിതിക്ക് അടുത്തൊരു ഡെസിമൽ പോയിന്റും കൂടി കാണണം. ഇവിടെ എന്താ 48.6 ആണ്, ഇവിടെ 46 പോയിന്റ് ആണ്. നോക്കാം, 37 180ൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ്. സോ 37 ഇൻറ്റു 4 15 28 148 ബാലൻസ് 32 320. 320ൽ 37 എത്ര ടൈംസ് പോവും സാർ? എന്നാൽ 37 ഇൻറ്റു 4 എന്ന് പറയുന്നത് 74 ആണ് അല്ലേ? ഓക്കെ ഓക്കെ. സോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 8 ടൈംസ് എന്തായാലും 37 എന്താ ഇതിൽ പോവും. സോ 48 പോയിന്റ് സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഏതാ എടുക്കുക? ഇതെടുക്കുക. ക്ലിയർ? ക്ലിയർ ആയോ ഞാൻ ചെയ്തത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓ ബാബേ, ഇനി സർക്കുലർ റേസ്. വീണ്ടും സർക്കുലർ റേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പോലെ സർക്കുലർ റേസ് ഇത്രയാണ്, 750 മീറ്റർ. സ്റ്റാർട്ട് ചെയ്തു സെയിം പോയിന്റ് സെയിം ടൈം വിത്ത് സ്പീഡ് ഓഫ് 9 and 13.5. ഇഫ് ദേ ആർ റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണ്, എന്താണ് സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, എപ്പോൾ മീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ മോനെ? അവർ തമ്മിലുള്ള 750 മീറ്റർ അല്ലേ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 9ഉം ഇത് എത്ര വരും? 4.5 കിലോമീറ്റർ പെർ അവർ ആണ്. അതിന് എന്തിലേക്ക് മാറ്റാം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. സോ ഓക്കെ, 4. അവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ്സിലാണ്. ഓക്കെ, 4.5 ഇതിൽ 4 ടൈംസ് പോവും. 5 ഇതിൽ 15 ടൈംസ് പോവും. സോ 15 ഇൻറ്റു 4 60 600 സെക്കൻഡ്സ്. ഓക്കെ, ആൻസർ എന്താണ്? ബി ആണ്. ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, പോലീസ്മാൻ തീഫ് വീണ്ടും വന്നു. A policeman noticed a thief at a distance of 500 meters. The policeman started running and the thief also started running at the same time. The thief is running at the speed of 15 kilometers per hour. It took 15 minutes for the policeman to catch the thief. Find the speed of the policeman. Okay. ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? പോലീസ്മാൻ ഇവിടെ ഉണ്ട് അല്ലേ? പോലീസ്മാനും അതുപോലെ തീഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 500 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പോലീസ്മാൻ ഓടി, അതുപോലെ കള്ളനും ഓടി. ഇനി കള്ളൻ ഓടുന്ന സ്പീഡ് തന്നിട്ടുണ്ട്, എന്താണ്? 15 കിലോമീറ്റർ പെർ അവർ ആണെന്നുള്ളത്. 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പോലീസ് എന്ത് ചെയ്തു? കള്ളനെ പിടിച്ചു. അതായത് ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ഓടി. ഏതൊരു പോയിന്റ് എത്തിയപ്പം ഓക്കെ, പോലീസും ഇവിടെ എത്തി, എന്താ കള്ളനും ഇവിടെ എത്തി. അവർ മീറ്റ് ചെയ്തു, പിടിച്ചു, അറസ്റ്റ് ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15 മിനിറ്റ് ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് കള്ളനും 15 മിനിറ്റ് ഓടി, പോലീസും 15 മിനിറ്റ് ഓടി അല്ലേ? ക്ലിയർ ആയോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോലീസുകാരൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, പോലീസിൻ്റെ സ്പീഡ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അല്ലേ, പോലീസിൻ്റെ സ്പീഡ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? പോലീസ് ഓടിയ ഡിസ്റ്റൻസും അറിയണം, അതുപോലെ പോലീസ് എടുത്ത സമയവും അറിയണം. നമുക്ക് പോലീസ് എടുത്ത സമയം അറിയാം, എത്രയാ? 15 മിനിറ്റ് ആണെന്നുള്ളത്. ഇനി പോലീസ് ഓടിയ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പോലീസ് ഓടിയ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ ഡിസ്റ്റൻസ് അപ്പോൾ എന്താണ്?
സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം നമുക്കറിയാം, ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കി, നമുക്ക് പോലീസ് എന്തായാലും 500 മീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലീസ് ടോട്ടൽ ഓടിയ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇസ്ന്റ് ഇറ്റ് സോ? നമുക്കറിയാം കള്ളൻ എന്ന് പറയുന്നത് 15 കിലോമീറ്റർ പെർ അവറിൽ ഓടുന്നുണ്ട്. 15 മിനിറ്റാണ് പുള്ളി ഓടിയിട്ടുള്ളത്, അല്ലേ? ക്ലിയർ? സോ കള്ളൻ ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് സർ? കള്ളൻ ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 15 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് മീറ്ററിലായതുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുകയാണ്? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുവാണ്. സോ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിട്ടും? 5/18 ഇൻറ്റു 15 മിനിറ്റ്സ് ആണ്. സോ ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിലേക്ക് മാറുമ്പം എത്ര വരും സാർ? ഇൻറ്റു 60. ഓക്കെ, 6 ഇതിൽ എത്ര ടൈംസ് പോവും? 3 ടൈംസ്. 3 ഇതിൽ 5 ടൈംസ്. സോ 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 15 നമുക്ക് എത്ര കിട്ടും സാർ? 3. 25 ഇൻറ്റു 15 375 ഇൻറ്റു എന്താ? ഈ ഒരു 0 കൂടി വരും. സോ ഇത്ര മീറ്ററാണ് എന്ത്? കള്ളൻ ഓടുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3570 മീറ്റർ ആണെന്ന് കിട്ടി. സോ പോലീസ് ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് സാർ? ഇതേ പ്ലസ് ഇതല്ലേ? സോ ടോട്ടൽ എത്ര കിട്ടും പോലീസ് ഓടിയ ഡിസ്റ്റൻസ്? 4250 മീറ്റർ ഡിവൈഡഡ് ബൈ ആളെടുത്ത സമയം എത്രയാണ് സാർ? 15 മിനിറ്റ് ആണ്. ഈ 15 മിനിറ്റിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. സോ 15 ഇൻറ്റു എന്താണ്? 60. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലേ? മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് എന്തിലാണ് വേണ്ട? കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്രയാണ്? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5. ഓക്കെ സാർ, ഈ 0 വെട്ടി, ഇത് 3 ടൈംസ് പോവും. 3 ഇതിൽ 5 ടൈംസ്. സോ 5 ഇൻറ്റു 5 25. 25 ഇതിൽ എത്ര ടൈംസ് പോവും? 25 425 17 times. So answer will be 17 kilometer per hour. So answer will be okay. Sir, ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി നിങ്ങളിത് നോക്കിയ മോനെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സാർ? എൻ്റെ ആൻസർ ആക്ച്വലി ഓപ്ഷനിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 10, 17, 11, 12 ആണ്, അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന പോലീസുകാരൻ്റെ സ്പീഡാണ്. ക്ലിയർ? എടാ, പോലീസ് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കള്ളൻ്റെ സ്പീഡിൻ്റെ കാര്യം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. എങ്കിലല്ലേ പോലീസിനെ കള്ളനെ പിടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇവിടെ കള്ളൻ്റെ സ്പീഡ് എത്ര തന്നിരിക്കുന്നത്? 15 കിലോമീറ്റർ പെർ അവർ. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ ആയെക്കൂടി ഒറ്റൊരു വാല്യൂ ഉള്ളൂ വലുത്. സോ ആൻസർ വിൽ ബി സാർ ദിസ്. ക്ലിയർ ആയോ? ഇത് ലോജിക്കൽ. അതാണ് ഞാൻ പറയാം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഓരോ ചോദ്യങ്ങളും, എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞില്ല, ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, നിങ്ങൾ ആദ്യം ഒന്ന്, എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസിന് വലിയ റോളുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം നോക്കിയേ. എ പ്ലേസ് എ ആൻഡ് ബി ആർ 20 കിലോമീറ്റർ അപ്പാർട്ട് ഓൺ ദ ഹൈവേ. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് അനദർ ഫ്രം ബി അറ്റ് ദ സെയിം ടൈം. If the car travels in the same direction at different speeds, they meet in 1 hour. If they travels towards each other, they met in 12 minutes. What are the speeds of the car? Okay, fine. എടാ, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അതെന്താണ്? 2 പ്ലേസ് ഉണ്ട്. ഒന്ന് എയും ഒന്ന് ബിയും. ഓക്കെ, ഇനി കാറ്, ഇവിടെ നിന്നൊരു കാറ്, ഓക്കെ, ഇഫ് ദേ ട്രാവൽസ് ഇൻ സെയിം ഡയറക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ദേ മെറ്റ് ഇൻ 1 hour. അതായത് സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അവർ 1 hourൽ മീറ്റ് ചെയ്യും.
ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ 12 മിനിറ്റിലും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്പീഡ്സ് ആണ് അല്ലേ. എടാ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവരുടെ സ്പീഡ്സ് എന്ത് പറ്റും സാർ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് എന്താണ്? സബ്സ്ട്രാക്ട് അല്ലേ. നമുക്കറിയാം ഈ എ മൈനസ് ബി, ഞാൻ ഇവരുടെ സ്പീഡ് എ ആയിട്ടും ഇതിൻ്റെ രണ്ടാമത്തെ സ്പീഡ് ബി ആയിട്ടും എടുത്തു. സെയിം ഡയറക്ഷൻ ആയിട്ട് ഇവരുടെ സ്പീഡ് എന്താണ്? ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് സാർ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് സാർ? 20 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടൈം. അവർ സെയിം ഡയറക്ഷനാണ് എടുക്കുന്നത് എന്താണ് സാർ? 1 hour. സോ ഡിവൈഡ് ബൈ 1. ഇനി ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ടുവേർഡ്സ് ഈച്ച് അതർ ആണെങ്കിൽ ഇവർ സ്പീഡ് എന്താണ് സാർ? ആഡ് ആണ് ചെയ്യപ്പെടുന്നത് അല്ലേ, റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ അവരെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 12 മിനിറ്റ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്രയാണ്? 12 മിനിറ്റ്. ഈ 12 മിനിറ്റിനെ എന്തിലേക്ക് മാറ്റുക? അവറിലേക്ക് മാറ്റുക. സോ ഇതെന്താണ്? അവറിലായതുകൊണ്ടാണ്, ഒരേ യൂണിറ്റിൽ. സോ 12 ഡിവൈഡഡ് ബൈ എത്രയാണ്? അവറിലേക്ക് മാറ്റുമ്പം ഡിവൈഡ് ബൈ 60 ഇങ്ങോട്ട് വരും. സോ 12 ഇതിൽ 5 ടൈംസ്. സോ നിങ്ങൾക്ക് എത്ര കിട്ടും? 100 എന്ന് പറഞ്ഞ് കിട്ടും ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കിയ മോനെ എ മൈനസ് ബി 20ഉം എ പ്ലസ് ബി 100ഉമാണ് കിട്ടിയിരിക്കുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20ഉം സ്പീഡ്സ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 100ഉം കിട്ടുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? മൈനസ് പ്ലസ് ക്യാൻസൽ ആയി പോകും. സോ 2a എന്ന് പറയുന്നത് എത്ര കിട്ടും? 120 എന്ന് പറഞ്ഞ് കിട്ടും. ഇസ്ന്റ് ഇറ്റ് സോ? 2a എന്ന് പറയുന്നത് 120. സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവറാണ്. ഓക്കെ, ഇനി നോക്കി എയുടെ വാല്യൂ 60 ആണെങ്കിൽ ബി കുറയ്ക്കുമ്പോൾ നമുക്ക് 20 കിട്ടണം. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ് സാർ? 40. സോ ബി എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവർ. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, അടുത്തത് നോക്കിയേ, ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, അതുൽ ഗീവ്സ് വിഷു എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 20 seconds in 900 meter race and beat him by 135. While running the same race, Adul gives a start of 189 meter and beats him by 8 seconds. In how much time can Vishu complete the full race of 900 meter? Question ഒന്നും കൂടി നിങ്ങൾ വായിച്ചു നോക്കിയേ. Adul gives Vishu a head start of 20 seconds in a 900 meter race and beats him by 135. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്ന് അതുൽ ഇവരുടെ വെച്ചിട്ടുള്ളവൻ പറയുന്നുണ്ട്. ഓക്കെ, രണ്ട് റേസിലും അതുൽ ജയിക്കുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ് സോ? രണ്ടാമത്തെ പറയുന്നത് എന്താ? അതുൽ ഗീവ്സ് എ സ്റ്റാർട്ട് ഓഫ് 189 meter and beats him by 8 seconds. ഓക്കെ, എടാ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ നോക്കി. ആദ്യത്തെ പറയുന്ന ഒരു കഥ വെച്ചിട്ടുള്ള ഒരു ഫിഗറാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ അതുലും ഉണ്ട്, അതുപോലെ ആരും ഉണ്ട്? വിഷു എന്ന് പറയുന്ന ആളുണ്ട്. ഓക്കെ, രണ്ടാൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇത് അതുലായിട്ട് എടുക്കുക, ഇത് വിഷു ആയിട്ട് എടുക്കുക. അതുല് വിഷുവിനോട് പറയാണ് നീ 20 സെക്കൻഡ് നീ ഓടിക്കോ. അപ്പം അതുൽ എന്ത് ചെയ്തു? 20 സെക്കൻഡ് ഓടി. അപ്പം എന്തായാലും കുറച്ച് ദൂരം ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? സോറി ആകെ മൊത്തം കൺഫ്യൂഷനാക്കി. നോക്കിയേ, ഇതാണ് അതുല്, ഇതാണ് വിഷു. ഓക്കെ, ഇവർ രണ്ടുപേരും നിൽക്കുക. അപ്പോൾ അതുല് വിഷുവിനോട് പറയുകയാണ് മോനെ നീ ഓടിക്കോ 20 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന വിഷു 20 സെക്കൻഡ് ഓടി. അത് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതുൽ ഓടാൻ തുടങ്ങിയത്. ഇവർ രണ്ടുപേരും കൂടി ഓടി. ഈ 900 റേസ് ആരാണ് ജയിക്കുന്നത്? അതുലാണ് ജയിക്കുന്നത്. നോക്കിയേ, അതുൽ ഗീവ്സ് വിഷു സ്റ്റാർട്ട് 20 seconds ആൻഡ് ബീറ്റ്സ് ഹിം ബൈ 135 മീറ്റർ. അതായത് ഈ പറയുന്ന അതുൽ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യുമ്പം വിഷു എന്ന് പറയുന്നത് എത്രയാണ്? 135 മീറ്റർ പുറകിലാണ് നിൽക്കുന്നത്. അത്രയും ക്ലിയർ ആണോ?
അതാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. അതായത് അതുൽ ഇവിടെ എത്തുമ്പോൾ ഈ പറയുന്ന അതുൽ ഈ റേസ് 900 മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വിഷു എന്ന് പറയുന്ന ആൾ 185 മീറ്റർ പുറകിലാണ്. ഇസിൻറ്റ് ഇറ്റ് സോ? നോക്കി 135 മീറ്റർ പുറകിലാണ്. 135 എന്ന് പറയുമ്പം ഈ പറയുന്ന വിഷു എത്ര മീറ്റർ കംപ്ലീറ്റ് ചെയ്തു? 900 മൈനസ് 135 എന്ന് പറയുന്നത് 865 മീറ്റർ. ഓക്കെ, 865 മീറ്റർ. ഇവിടെ നോക്കി, ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അതുൽ ഒരു സമയം, ഇത് രണ്ടുപേരും ഒരു സമയം എടുത്തിട്ടുണ്ടാവും അല്ലേ? അതുൽ ഒരു നിശ്ചിത സമയത്തിൽ ഈ 900 മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യുമ്പം വിഷു ഈ 865 മീറ്ററെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ ആയിട്ട് ഒരു 20 സെക്കൻഡും കൂടി അധികം എടുക്കുന്നുണ്ട്. ഇസിൻറ്റ് ഇറ്റ് സോ? നോക്കി, അപ്പോൾ വിഷു കംപ്ലീറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 865 മീറ്റർ. കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 20 സെക്കൻഡും കൂടി ആൾ അധികം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞു ഒന്നും കൂടി നോക്കിയേ. അതുൽ ഗീവ്സ് വിഷു എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 20 seconds in 900 മീറ്റർ റേസ്. ഓക്കെ, ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ആളോട് എന്താണ്? 20 സെക്കൻഡ് ഓടാൻ പറഞ്ഞു. അതിനുശേഷം 20 സെക്കൻഡ് ഓടിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അതുൽ ഓടി ജയിക്കുന്നത് 900 മീറ്റർ റേസ്. 900 മീറ്റർ റേസ് ആര് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? അതുൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷു ആ കൂടി 865 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അഡീഷണലി എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ട്? ഒരു 20 സെക്കൻഡ് കൂടി എടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ, വൈൽ റണ്ണിങ് ദ സെയിം റേസ് അതുൽ ഗീവ്സ് എ സ്റ്റാർട്ട് ഓഫ് 189 മീറ്റർ ആൻഡ് ബീറ്റ്സ് ഹിം ബൈ 8 സെക്കൻഡ്സ്. അതായത് സെയിം റേസ് തന്നെ നോക്കി, 900 മീറ്റർ റേസ്. ഓക്കെ, അതുലും വിഷുവും ഉണ്ട്. ഇതിൽ വിഷു ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. വിഷു ഒരു 189 മീറ്റർ മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിഷു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഓക്കെ. ഇനി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും, വിഷു ഇവിടെ നിന്ന് ഓടും, അതുൽ ഇവിടെ നിന്ന് ഓടും. ഓക്കെ, അതുലാണ് നമ്മുടെ ഇത്, വിഷു ഇവിടെ നിന്ന് ഓടും. ഇവർ രണ്ടുപേരും ഓടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അതുൽ റേസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ വിഷു ഇവിടെ എത്തിയിട്ടുള്ളൂ, ഇവിടെ പല സ്ഥലത്തും. അതായത് 8 സെക്കൻഡ് പുറകിലാണെന്ന്. 8 സെക്കൻഡും കൂടി ആൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഈ റേസ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. 900 മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 8 സെക്കൻഡും കൂടി അധികം കിട്ടുവാണെങ്കിൽ വിഷു ഈ റേസ് കംപ്ലീറ്റ് ചെയ്യും. ബട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, വിഷു ആക്ച്വലി എത്രയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 8 സെക്കൻഡും കൂടി അധികം എടുത്താൽ. ഇവിടെ നോക്കിയാൽ 900 റേറ്റിൽ 189 മീറ്റർ എക്സ്ട്രാ എന്നത് മുന്നിലേക്ക് നിന്നിട്ടാണ് വിഷു സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലിറ്ററലി ആൾ എത്ര മീറ്റർ എടുക്കുന്നുണ്ട്? ഇത്ര മീറ്ററാണ് എന്ത്? വിഷു കംപ്ലീറ്റ് ചെയ്യുന്നത്. അധികം ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 8 സെക്കൻഡും കൂടി എടുക്കുന്നുണ്ട് അല്ലേ? ബീറ്റ് ഹിം ബൈ എന്താണ്? 8 സെക്കൻഡ്സ്. ഓക്കെ, സോ വിഷു രണ്ടാമത്തെ റേസിലും എന്ത് പറ്റി? രണ്ടാമത്തെ റേസിൽ വിഷു എത്ര ദൂരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? 811 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര സെക്കൻഡ്സും കൂടി അധികം എടുത്തിട്ടാ? 8 സെക്കൻഡും കൂടി അധികം എടുത്തിട്ടാണ് ആൾക്ക് ഇത് റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. എത്രയോ നിങ്ങൾക്ക് ക്ലിയർ ആയി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പിന്നീട് ഒരു വീഡിയോയിൽ വല്ലതും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഫൈൻ. ഇനി നോക്കിയേ, ഈ റേസിലും നോക്കിയേ, അതുൽ ഈ 900 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഓക്കെ, എടുക്കുന്ന സമയത്തിനേക്കാളും വിഷു ഈ പറയുന്ന ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്യാൻ ആളെടുക്കുന്ന സമയം എത്രയാണ്? കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 8 സെക്കൻഡും കൂടി അധികം എടുക്കുന്നുണ്ട്. ഇറ്റ്സ് വിച്ച് മീൻസ്, ഇത് നോക്കിയ മോനെ, അതായത് ഒരു നിശ്ചിത സമയത്തിനേക്കാളും 8 സെക്കൻഡ് കൂടുതൽ കിട്ടുവാണെങ്കിൽ ആൾ കവർ ചെയ്യുന്നത് 811. ഒരു നിശ്ചിത സമയത്തിനേക്കാളും 20 സെക്കൻഡ് അധികം എടുക്കുവാണെങ്കിലും ആൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 865. സോ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 12 സെക്കൻഡിൽ
ഇത് 20 സെക്കൻഡ്സ് ആണ്, ഇത് 8 സെക്കൻഡ്സ് ആണ്. അതായത് ഇവരുടെ ഡിഫറൻസ് 12 സെക്കൻഡിൽ ആൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 54 മീറ്റർ അല്ലേ? ഓക്കെ ആണല്ലോ. 12 സെക്കൻഡിൽ, അതായത് 54 സെക്കൻഡ് കവർ ചെയ്യാൻ ആളെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ്സ് ആണ്. 54 മീറ്റർ ആണ്, സോറി. ക്ലിയർ ആയോ? ഈ പറയുന്ന ഡിഫറൻസ് നോക്കുക. ഇയാൾ 12 സെക്കൻഡ് കൂടുതൽ എടുക്കുവാണെങ്കിൽ, ഒരു നിശ്ചിത സമയത്തിനേക്കാളും 12 സെക്കൻഡ് കൂടുതൽ എടുക്കുവാണെങ്കിൽ ആൾ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്? കൂടുതൽ 54 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതായത് 54 മീറ്റർ എടുക്കാൻ ആൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 900 മീറ്റർ ആൾ കവർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സോ 12 ഡിവൈഡഡ് ബൈ 54 ഇൻറ്റു 900. സോൾവ് ചെയ്തടാ. 6 ഇതിൽ 2 ടൈംസ്, 6 ഇതിൽ 9 ടൈംസ്, 9 ഇതിൽ 1. സോ 200 സെക്കൻഡ്സ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ 200 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് മോനെ? 3 മിനിറ്റും 20 സെക്കൻഡും അല്ലേ? 3 മിനിറ്റും ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? മിനിറ്റിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 60. അല്ലെങ്കിൽ ഒന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ഓക്കെ, എല്ലാം 3 മിനിറ്റിലാണ്. 3 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര? 180 പ്ലസ് എത്രയും കൂടിയുണ്ട്? 20 സെക്കൻഡ്സ്. ക്ലിയർ? അടുത്ത ചോദ്യം. Okay, a thief is noticed by a policeman from a distance of 200 meter. Thief starts running and the policeman chases him. Thief and the policeman run at a rate of 10 and 11 kilometer. What is the distance in meters between them after 9 minutes? Okay. വീണ്ടും എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ പോലീസ്, ഇവിടെ കള്ളൻ. ഇവർ തമ്മിലുള്ള ദൂരം 200 മീറ്റർ. ഓക്കെ, കള്ളനെ കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് ഓടാൻ തുടങ്ങി, കള്ളനും ഓടാൻ തുടങ്ങി. ഏതോ ഒരു പോയിന്റിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? കള്ളനെ അവർ പിടിച്ചു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലീസ് മാമൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 11 കിലോമീറ്റർ. ഇനി കള്ളൻ്റെ സ്പീഡ് എത്രയാണ് സാർ? 10 കിലോമീറ്റർ പെർ അവർ. ഇവർ 9 മിനിറ്റ് കഴിയുമ്പം ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ നോക്കി, നമുക്കറിയാം ഒരാൾ 10 കിലോമീറ്റർ ഓടുന്നു. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്താണ്? 1 കിലോമീറ്റർ ആണ്. ഒരു മണിക്കൂറിൽ, ഓക്കെ, 1 മണിക്കൂറിൽ ഇവർ ഓടുന്ന ദൂരം എന്ന് പറയുന്നത് 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ ഇവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റേഴ്സ് ആണ്. Isn't it so? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 9 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവർ ഓടുന്നു, ഓടി ഞാൻ പറഞ്ഞത് ഇവർ തമ്മിലുള്ള റിലേറ്റീവായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ്. നോക്കിയേ, 9 മിനിറ്റിൽ ഇവർ തമ്മിലുള്ള എത്ര കവർ ചെയ്യും ഈ പോലീസുകാരൻ? വിത്ത് റിലേറ്റഡ് വിത്ത് തീഫാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ 9000 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 9. സാർ 3 ഇതിൽ 3 വട്ടം, 3 ഇതിൽ 2 വട്ടം. സോ ഇതെത്ര കിട്ടും സാർ? 2 ഇതിൽ 100ൽ 50 ടൈംസ്. സോ 50 ഇൻറ്റു 3 150 മീറ്റർ. സാർ അതായത് ഒന്ന് നോക്കിയേ, ഇവിടെ കള്ളൻ നിൽക്കുന്നു, ഇത് പോലീസ് ഓടുന്നു, രണ്ടുപേരും ഓടുന്നു. ഓക്കെ, 9 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർ തമ്മിലുള്ള, അതായത് ഇയാൾ എത്ര കവർ ചെയ്തു? നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരുന്നു? 200 മീറ്റർ ആണ്. ഇയാൾ എത്ര കവർ ചെയ്തു? 9 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം 150 മീറ്റർ കവർ ചെയ്തു. ക്ലിയർ? അതാണല്ലോ ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വിത്ത് റിലേറ്റീവ് ടു പോലീസിനെ വെച്ച്, കള്ളനെ വെച്ച് നോക്കുമ്പോൾ പോലീസും ഇവർ തമ്മിലുള്ള എത്ര കവർ ചെയ്തു? 150
150 മീറ്റർ കവർ ചെയ്തു. നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ് സാർ? 200 മീറ്റർ. ഇനി എത്രയും കൂടി കവർ ചെയ്യാനുണ്ട്? 50 മീറ്റർ അല്ലേ? 200 മീറ്റർ. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 200 മീറ്റർ ഓടി. അതായത് 1 മണിക്കൂറിൽ ഇയാൾ വെച്ച് നോക്കുമ്പം ഇയാൾക്ക് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും? പോലീസിന് 1000 മീറ്റർ കവർ ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിച്ചത് 1 മണിക്കൂർ വേണ്ട, നിങ്ങൾ ഈ പറയുന്ന 9 മിനിറ്റിൽ എത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തി. 9 മിനിറ്റിൽ ഇയാൾക്ക് 150 മീറ്റർ കവർ ചെയ്യാൻ പറ്റി. ഓക്കെ, 9 മിനിറ്റിൽ 150 മീറ്റർ കവർ ചെയ്യാൻ പറ്റി. ബാലൻസ് എത്രയുണ്ട് സാർ? 200 മീറ്ററിൽ 50 മീറ്റർ. ഓക്കെ, സോ ആൻസർ വിൽ ബി 50 മീറ്റർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. M and N walk along a circular track. They start at 5 a.m. from the same point in opposite direction. M and N walk at a speed of 5 km per hour and 2 rounds per hour. Fine. How many times will they cross each other before 6:30 a.m.? സാർ, നേരത്തെ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഇതൊന്ന് ആലോചിച്ച് നോക്കി. M and N walk along a circular track. ഓക്കെ, ഇതൊരു സർക്കുലർ ട്രാക്കാണ്. ഇവർ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സെയിം പോയിന്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. ഓക്കെ സാർ, ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചിന്തിച്ചേ. ഇത് 1 കിലോമീറ്റർ ഉള്ള ട്രാക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, 1 കിലോമീറ്റർ ഉള്ള ട്രാക്ക്. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്ന ആൾ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 കിലോമീറ്റർ പെർ അവർ. നമുക്ക് റൗണ്ടിൻ്റെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് 1 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ. 1 കിലോമീറ്റർ. ഇനി N എന്ന് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് 2 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് സാർ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മായിരിക്കും. അതവിടെ നിൽക്കട്ടെ. എടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്രോസിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം സപ്പോസ് ഒരാൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്നു, ആ സമയത്ത് ഒരാൾ ഇവിടെ എത്തി മീറ്റ് ചെയ്യുന്നു. ഇപ്പം ഇത് ഒരു മീറ്റിംഗ് പോയിൻ്റാണ്. പിന്നെ ഇതുപോലെ കറങ്ങി എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്നത്, അത് വേറൊരു മീറ്റിംഗ് പോയിൻ്റാണ്. ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാകുമ്പം നമുക്ക് അവിടെ ഒരു വളയം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു സർക്കിൾ കിട്ടും. അതായത് ഫുൾ രണ്ടുപേരും കൂടിയിട്ട് എന്താണ് ഈ കംപ്ലീറ്റ് സർക്കിള് കവർ ചെയ്തു. രണ്ടുപേരും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് കവർ ചെയ്തു. അങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് സൈക്കിൾസ് കിട്ടും. നോക്കി, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഒരാൾ എന്തായാലും 5 കിലോമീറ്റർ, മറ്റേ ആളെന്താണ് 2. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിൻ്റെ സർക്കിളിൻ്റെ ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. സോ ടോട്ടൽ നമുക്ക് എത്ര വളയങ്ങൾ കിട്ടും? 7 വളയങ്ങൾ കിട്ടും. അല്ലെങ്കിൽ 7 കിലോമീറ്റർ കവർ ചെയ്യും. സോ 7 ക്രോസിംഗ് പോയിൻറ്റ്സ് 1 മണിക്കൂറിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 6:30 മണിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എത്ര മീറ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം 6:30 എന്ന് പറയുന്നത് എത്രയാണ്? 1.5 മണിക്കൂറാണ്. 1 മണിക്കൂറിൽ 7 ക്രോസിംഗ് പോയിൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അരമണിക്കൂറിൽ എത്ര ക്രോസിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവും? 3.5 അല്ലേ? അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ എത്രയായിരിക്കും? 10.5 കിലോമീറ്റർ പെർ അവർ ആണ്. ഇസ്ന്റ് ഇറ്റ് സോ? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്രോസിംഗ് പോയിൻറ്റ്സാണ്. നമുക്ക് ഉറപ്പാണ് എന്തായാലും 10 വളയങ്ങൾ എന്തായാലും ഉണ്ടാവും. മറ്റേ എന്താ അര വളയേ ഉള്ളൂ. ഈ അര വളയം വെച്ചിട്ട് നമുക്ക് എന്തായാലും ക്രോസിംഗ് പോയിന്റ് കാണാൻ പറ്റില്ല. സോ ആൻസർ വിൽ ബി വാട്ട് സർ? 10. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഈ ക്രോസിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സർക്കിള്, രണ്ടുപേരും കൂടിയിട്ട് ഒരു സർക്കിൾ കീപ്പ് ചെയ്യണം അല്ലേ? അപ്പോഴാണ് ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. നമുക്കറിയാം റിലേറ്റീവ് സ്പീഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 7 ആണ്. 1.5 മണിക്കൂറിൽ എത്രയാണ്? 10.5 കിലോമീറ്റർ. അത് റൗണ്ട് ഓഫ് ചെയ്ത് എന്ത് ചെയ്യുക? 10. ഓക്കെ, ക്രോസിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സാർ ഇവർ സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ആൻസർ വരുന്നത്? സെയിം ഡയറക്ഷനാണെങ്കിൽ എന്ത് ചെയ്യുക? സാർ ഇവരുടെ ഡിഫറൻസ് എടുക്കുക. 1 മണിക്കൂറിൽ എന്തായിരിക്കും? 3 കിലോമീറ്റർ പെർ അവർ ആണ്. 1.5 മണിക്കൂറിൽ എത്രയാണ്? 4.5 വരും. സോ മീറ്റിംഗ് പോയിൻറ്റ്സ് എത്ര വരും സാർ? 4. ക്ലിയർ ആയോ? സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 4.
ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിൽ വരിക. ഒന്ന് എന്ന് പറയുന്നത് എപ്പോൾ ഇവർ മീറ്റ് ചെയ്യും എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇവരെപ്പോൾ മീറ്റ് ചെയ്യും എന്നുള്ളത്. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്പർ ഓഫ് മീറ്റിംഗ് പോയിന്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യം പോവാം. സോ വീണ്ടും പോലീസുകാരൻ. Thief pursued by a policeman was 150 meter ahead the start. Ratio of the speed of the policeman to thief 5:4 തന്നിട്ടുണ്ട്. സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. Then how far distance in meter could the thief go before he caught by the policeman? എത്ര ദൂരം കള്ളൻ ഓടും എന്നുള്ളതാണ് പിടിക്കുന്നതിന് മുന്നേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിയടാ, കള്ളൻ ഇവിടെ നിൽക്കുന്നു, പോലീസ് ഇവിടെ നിൽക്കുന്നു. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 150 മീറ്റർ. ഇനി ഇവർ ഓടി 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 ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത് സാർ? ഇവരുടെ സ്പീഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. സാർ, ഈ കള്ളനും പോലീസ് കളിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. നമുക്ക് സ്പീഡ് ഈക്വൽ ടു എന്താണ് സാർ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈ ടൈം എന്ന് പറയുന്നത് എന്താണ് സാർ? ഇവിടെ കോൺസ്റ്റന്റ് ഫാക്ടറാണ് അല്ലേ? കാരണം എന്താ? കള്ളനെ ഇവിടെ പോലീസ് കണ്ടു, രണ്ടുപേരും ഓടാൻ തുടങ്ങി, മീറ്റ് ചെയ്തു. രണ്ടുപേരും ഒരേ സമയത്താണ് ഓടാൻ തുടങ്ങിയത്, മീറ്റ് ചെയ്യുന്നു. അവർ രണ്ടുപേരും എടുക്കുന്ന സമയം എന്താണ് സാർ? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ടൈം എന്ന് പറയുന്ന ഫാക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവരുടെ സ്പീഡ്സിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും എന്താ? അവരുടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. സോ അവരുടെ സ്പീഡ്സിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും സാർ അവരുടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ഡിസ്റ്റൻസ് ഓഫ് പോലീസ് ഈസ് ടു ഡിസ്റ്റൻസ് ഓഫ് തീഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സാർ? 5:4 അല്ലേ? ഇനി ഇവിടെ നോക്കി, ഈ ദൂരം എന്ന് പറയുന്നത് കള്ളനും ഓടും, അതുപോലെ എന്താണ്? പോലീസും ഓടും. പോലീസ് എക്സ്ട്രാ എന്തോ ഓടിയിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇനീഷ്യൽ ഡിസ്റ്റൻസ് ആണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഇവിടെ നോക്കി, കള്ളൻ ഇവിടെ 4 യൂണിറ്റ് ഓടി, പോലീസ് ഇവിടെ 5 യൂണിറ്റ് ഓടി. പോലീസ് എത്രയാണ് സാർ കൂടുതൽ ഓടിയേക്കണേ? 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് സാർ? 150 മീറ്റർ ആണ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സാർ? കള്ളൻ എത്ര ദൂരം ഓടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കള്ളൻ ഓടിയത് എത്ര ദൂരമാണ് സാർ? 4 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 150 മീറ്റർ ആകിൽ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും സാർ? 600 മീറ്റർ. സോ ആൻസർ വിൽ ബി ബി. ക്ലിയർ? അടുത്തത് സർ, പി ആൻഡ് ക്യൂ സ്റ്റാർട്ട് റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓൺ എ സർക്കുലർ ട്രാക്ക്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡിങ് ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ്സ്. ദെൻ ആഫ്റ്റർ വാട്ട് ടൈം വിൽ ദേ മീറ്റ്? എപ്പോൾ മീറ്റ് ചെയ്യും എന്നുള്ളതാണ് സാർ. എല്ലാം ഒരേ യൂണിറ്റിലാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്സിൻ്റെ സമയം എത്ര വരുന്നു സാർ? 18 അല്ലേ? ഇതായിരിക്കും എന്ത്? ടൈം ഓഫ് മീറ്റിംഗ്. 18 ഇതിൽ എത്ര ടൈംസ് പോകും സാർ? 9. സോ 90 സെക്കൻഡ്സ്. അടുത്ത ചോദ്യം. അക്ഷര ആൻഡ് സിദ്ധാർത്ഥ് ട്രാവൽ ഫ്രം പോയിന്റ് പി to Q, a distance of 72 kilometer at the rate of 8 and 10 respectively. Siddhartha reaches Q first and returns immediately and meets Akshara at R. Find the distance from P to R. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കിയ മോനെ, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് രണ്ടുപേരും ട്രാവൽ ചെയ്യാണ്. ആരൊക്കെയാണ്? ഒന്ന് അക്ഷരയും ട്രാവൽ ചെയ്യുന്നു, അതുപോലെ സിദ്ധാർത്ഥും ട്രാവൽ ചെയ്യുന്നു അല്ലേ? ഇനി സിദ്ധാർത്ഥിൻ്റെ സ്പീഡ് എത്രയാണ് സാർ? 10 km/h. സിദ്ധാർത്ഥിൻ്റെ സ്പീഡ് എത്രയാണ്? 10 km/h. ഇനി അക്ഷരയുടെ സ്പീഡ് എത്രയാണ് സാർ? 8 km/h. ഓക്കെ, ഇവർ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ട്? ക്യൂവിലേക്ക് ട്രാവൽ ചെയ്ത് ആര്? സിദ്ധാർത്ഥ് ക്യൂവിലെത്തി. സ്വാഭാവികം, കാരണം എന്താ? സിദ്ധാർത്ഥിൻ്റെ സ്പീഡ് കൂടുതലാണ്. സിദ്ധാർത്ഥ് ക്യൂവിലെത്തിയിട്ട് എന്ത് ചെയ്തു? തിരിച്ചിങ്ങോട്ട് വന്നു.
തിരിച്ച് എവിടെ മീറ്റ് ചെയ്തു? ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്തു? ആ പോയിന്റിന് ഇവർ പറഞ്ഞിരിക്കുന്ന R എന്ന് പറയുന്ന പോയിന്റാണ്. R എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ക്ലിയർ ആയോ? സിദ്ധാർത്ഥ് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് R എന്ന് പറയുന്ന പോയിന്റിൽ തിരിച്ചെത്തി. കളറ് മാറ്റിത്തരാം. സിദ്ധാർത്ഥ് എന്ത് ചെയ്തു? P എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ചെന്ത് ചെയ്തു? Q എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ട് Rൽ വന്നു. ആര്? സിദ്ധാർത്ഥ്. ആ സമയത്ത് നമ്മുടെ ആരാണ്? അക്ഷര പിയിൽ നിന്ന് എവിടെ എത്തിയിട്ടുള്ളൂ? ആറിലെത്തിയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ സാർ, ഈ സംഭവം നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച്, രണ്ടുപേരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്പീഡ്സിൻ്റെ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്, ആണല്ലോ. ഇവിടെ രണ്ടുപേരും എടുക്കുന്ന സമയം എന്താണ് സാർ? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? സ്പീഡ് ഈക്വൽ ടു എന്താണ് സാർ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ആണല്ലോ. നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എന്താണ് സാർ? കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ. കാരണം എന്താ? രണ്ടുപേരും എടുത്ത സമയം സെയിം ആണ്. സ്പീഡിൻ്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സാർ? ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, പിയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് അക്ഷര ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. നമുക്കറിയാം ഇവരുടെ സ്പീഡ്സിൻ്റെ റേഷ്യോ എന്താണ് സാർ? സിദ്ധാർത്ഥിൻ്റെ സ്പീഡ് 10ഉം അക്ഷരയുടെ സ്പീഡും. സ്പീഡ് ഓഫ് സിദ്ധാർത്ഥ്, അതുപോലെ സ്പീഡ് ഓഫ് എന്താണ്? അക്ഷര. 10:8 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് തന്നെയല്ലേ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ? കാരണം എന്താ? ടൈം കോൺസ്റ്റൻ്റ് ആണ്. സോ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ, ഡിസ്റ്റൻസ് ഓഫ് സിദ്ധാർത്ഥ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എന്താണ്? അക്ഷര. 10:8 അതെന്താണ്? 5:4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ മോനെ, സിദ്ധാർത്ഥ് ഒരു യൂണിറ്റ് കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? Isn't it so? അക്ഷര പിയിൽ നിന്ന് ആറിലേക്ക് ട്രാവൽ ചെയ്തത് എത്രയാണ്? 5 ആണ്. അതേസമയം സിദ്ധാർത്ഥ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ എടുത്തത് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്കറിയാം ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. അപ്പം ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ എടുത്തതല്ലേ? ഈ 1 യൂണിറ്റിൻ്റെ പകുതി ഇവിടെയും കിട്ടും, പകുതി അവിടെ. അതായത് 1/2 യൂണിറ്റ് ഇവിടെയും വരും, 1/2 യൂണിറ്റ് ഇവിടെയും വരും. ഓക്കെ, ക്ലിയർ ആയോ? കാരണം എന്താ? ഇത് കംപ്ലീറ്റ് ഇവിടുന്ന്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ട്രാവൽ ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടെത്തി, അതിന് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്നത് എത്രയാണ്? 1 കിലോമീറ്റർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരം എന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ സാർ? 1/2 യൂണിറ്റ് അല്ലെ 1/2 കിലോമീറ്റർ. ഓക്കെ, നമുക്കറിയാം പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ് സാർ? 72 കിലോമീറ്റർ ആണ്. സോ പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 4. ഇവിടെ നിന്ന് ഇവിടം വരെ 4, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2, അപ്പം 4.5 എന്ന് പറയുന്നത് എത്രയാണ് സാർ? 9. 9/2. Oh my God. 4.5 എന്ന് പറയുന്നത് എത്രയാണ്? 9/2. എന്തിനോട് തുല്യമാണ്? 72 കിലോമീറ്റർ ആണ്. കാരണം നമുക്ക് പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയാം, തന്നിട്ടുണ്ട് 72. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സാർ? പിയിൽ നിന്ന് 6 എന്ന് പറയുന്നത് എത്രയാണ് സാർ? നമ്മുടെ അക്ഷര ട്രാവൽ ചെയ്തത് എത്രയാണ്? 4 യൂണിറ്റ്. സോ 4 ഈക്വാലൻ ടു 72 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 2 ഇൻറ്റു 4. സാർ 972 എത്ര ടൈംസ് പോകും സാർ? 8. 8 ഇൻറ്റു 2 എത്രയാണ് സാർ? 16. 16 ഇൻറ്റു 4 എത്രയാണ് സാർ? 64.
So answer will be, sir, what? 64 kilometer. Doubt illalo? Interesting question ആണ്. ഇതുപോലത്തെ വെറൈറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും എങ്കിലും എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സർ, ഞാൻ പറഞ്ഞ സർക്കുലർ ട്രാക്കിലുള്ള രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണെന്ന് തോന്നുന്നു. മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ചോദ്യം വായിക്കാം നമുക്ക്. Aravind and Chetan started running simultaneously from a point to in the same direction on a circular track of length 210 meter. If Aravind takes 180 seconds to complete one round, Chetan takes 420 seconds to complete one round, after how much time will they meet for the first time on the starting point? Sir, starting point le time കണ്ടെത്തണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ടൈമിൻ്റെ എന്ത് ചെയ്യുക, LCM എടുക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഒരാൾ എടുക്കുന്നത് 180യും ഒരാൾ എത്രയാണ് 420യുമാണ്, സെക്കൻഡ്സ് ആണ്. സോ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും സാർ? 180 189 square into 2 square into 5. 420 എന്ന് പറയുന്നത് എത്രയാണ് സാർ? 7 into 6 എന്ന് പറയുന്നത് 3, 2 square. ഓക്കെ. സോ LCM എന്ന് പറയുന്നത് 7 into 3 square into 5, 42 in, sorry, 7 into 6, sorry, 7 into 9, 63 into 20, that is 1260 seconds. Okay, 1260 seconds മിനിറ്റിലാണ്. സോ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 60 ചെയ്യുക, മിനിറ്റിലേക്ക് മാറ്റാൻ. എത്ര കിട്ടും സാർ? 21 മിനിറ്റ്. സർ, ഇതിലൊന്നുമില്ല സാർ, കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. മീറ്റിംഗ് അറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ആണെങ്കിൽ, ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്ത് ചെയ്യുക സാർ, അവരുടെ എടുക്കുന്ന ടൈമിൻ്റെ എന്ത് ചെയ്യുക, ഓക്കെ, LCM കാണുക. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സർ, ഇൻ എ സർക്കുലർ റേസ് ഓഫ് 4800 meter, A and B start from the point and same time with the speed of 36 and 54 kilometer. First time on the track. When they will meet again for the first time on the track if they are running in opposite direction? Sir, opposite direction ആണെങ്കിൽ എന്താണ് സാർ? ട്രാക്കിൽ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, സമയമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് 4800 മീറ്റർ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവരുടെ സ്പീഡ് എന്തായിരിക്കും സാർ? സമ്മാവും. സോ നമുക്ക് എത്ര കിട്ടും സാർ? 90 km/h. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യുക സാർ? 5/18. 18 ഇതിൽ എത്ര ടൈംസ് പോകും സാർ? 5 ടൈംസ്. സോ 25. 100ൽ 4 ടൈംസ്. സോ 48 into 4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 192 സെക്കൻഡ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ സർ, ഇത്രയാണ് സാർ നമുക്ക് 2024 SSC CGL ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്നാ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് എടുക്കുമ്പം കുട്ടികൾക്ക് നമ്മളോട് ചോദിക്കാനുള്ള ഒരവസ്ഥയുണ്ട്. അവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം, എന്തെങ്കിലും പറ്റും. ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ വരുന്നൊരു സംഭവമാണ് യൂട്യൂബിലേക്ക്.
അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് ചോദിക്കുക. കാരണം ഞങ്ങൾ എന്താ പറയുക, ക്ലാസ്സിൽ കുട്ടികളുടെ മുന്നിൽ എടുത്ത് ശീലിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ എടുക്കുമ്പം ചിലപ്പോൾ ചില തെറ്റുകൾ വരാം. ചില സമയത്ത് നമ്മുടെ തെറ്റുകൾ കുട്ടികൾ കാണിച്ചിട്ട് സാർ അങ്ങനെ ഒരു ഡൗട്ടുണ്ടല്ലോ, ഇതിപ്പോൾ വീഡിയോ എല്ലാം ഔട്ടായി കഴിയുമ്പം കുട്ടികൾ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. പിന്നെ നമുക്ക് ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചുകളും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.